നമസ്കാരം. കടുത്ത ഉപരോധങ്ങളും ആഗോള സമ്മർദ്ദങ്ങളും വർദ്ധിക്കുമ്പോൾ അതിനെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ ആഴത്തിലേക്ക് വളരുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളെയും നയതന്ത്ര സമ്മർദ്ദങ്ങളെയും സംയുക്തമായി പ്രതിരോധിക്കാൻ റഷ്യയും ഇറാനും തയ്യാറെടുക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പ്രതിരോധവും ഊർജവും കേന്ദ്രമാക്കിയ സഹകരണം സാങ്കേതിക രംഗത്തേക്കും ഇപ്പോൾ ബഹിരാകാശത്തേക്കും വ്യാപിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ ഉപഗ്രഹ വിക്ഷേപണം ഈ ബന്ധം ഭൂമിയിലെ പരിധി കടന്ന് ആകാശത്തേക്ക് പടരുന്നു എന്നതിന്റെ വ്യക്തമായ പ്രതീകമായി മാറിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് റഷ്യ 3 ഇറാനിയൻ ആശയവിനിമയ ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചത്. കിഴക്കൻ റഷ്യയിലെ ഓസ്റ്റോയിനിലെയും ലോഡ് പാഡിൽ നിന്നും റഷ്യൻ റോക്കറ്റാണ് വിക്ഷേപണം നടത്തിയത്. ജൂലൈക്ക് ശേഷം നടപ്പാക്കിയ രണ്ടാമത്തെ പ്രധാന വിക്ഷേപണമാണ് ഇതെന്ന് ഇറാനിയൻ സംസ്ഥാന ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഭൂമിയിൽ നിന്നും ഏകദേശം 500 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് ഉപഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടത്. ഇത് റഷ്യൻ ഇറാൻ സാങ്കേതിക സഹകരണത്തിലെ ഒരു ശക്തമായ സന്ദേശമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലെ ഈ സഹകരണം വരും ദിവസങ്ങളിൽ കൂടുതൽ കരുത്താർജിക്കുമോ എന്നും ഇത് ആഗോള ഭൗമ രാഷ്ട്രീയത്തിൽ എങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തുമെന്നാണ് ഇനി ലോകം ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നത്. ഇനി ദൗത്യത്തിന്റെ ഭാഗമായ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് എന്നറിയണ്ടേ? അവ പായ, കൗസർ, സഫർ 2 എന്നിവയാണ്. 150 കിലോഗ്രാം ഭാരമുള്ള പായയാണ് ഇവരുടെ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. ഇറാൻ ഇതുവരെ വിക്ഷേപിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. 35 കിലോഗ്രാം വരുന്നു കൗസർ. അതിനൊപ്പമുണ്ടെങ്കിലും സഫർ 2വിന്റെ ഭാരവിവരം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. 3 മീറ്റർ വരെ റെസല്യൂഷൻ ചിത്രങ്ങൾ ലഭ്യമാക്കുന്ന ഈ ഉപഗ്രഹങ്ങൾ ജലവിഭവ മാനേജ്മെന്റ്, കാർഷിക നിരീക്ഷണം, പ്രകൃതി പരിസ്ഥിതി പഠനം എന്നിവയിൽ ഇറാനെ കൂടുതൽ സ്വയം പര്യാപ്തമാക്കും. ഇവയുടെ പ്രവർത്തനം ആയുസ് ഏകദേശം 5 വർഷം വരെ എന്നാണ് വിലയിരുത്തൽ. വിക്ഷേപണം ഒരു സാങ്കേതികം എന്നതിനേക്കാൾ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടു രാജ്യങ്ങളുടെ വളർന്നു വരുന്ന തന്ത്രപരമായ ബന്ധത്തിന്റെ പ്രകടനം കൂടിയാണ്. ഇസ്രയേൽ അമേരിക്കൻ സമ്മർദ്ദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനെ പിന്തുണയ്ക്കുന്ന നിലപാട് റഷ്യ തുറന്നു പ്രകടിപ്പിച്ചിരുന്നു. ജനുവരിയിൽ റഷ്യയും ഇറാനും ഒപ്പുവെച്ച തന്ത്രപരമായ ഉടമ്പടി ബന്ധം കൂടുതൽ കരുത്താർജിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ഇറാനെതിരായി നടന്ന ആക്രമണങ്ങളിൽ ശാസ്ത്രജ്ഞരും സൈനികരും അടക്കം 1100ഓളം പേരുടെ മരണത്തിന് പിന്നാലെയാണ് ഈ കരാർ ഉണ്ടായത് എന്നതും ശ്രദ്ധേയം. അതിനാൽ ഈ ബഹിരാകാശ പിന്തുണ സാങ്കേതിക സഹകരണത്തിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ അടുപ്പത്തിന്റെ വ്യക്തമായ സൂചന കൂടിയാണ്. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങൾ ഈ പുരോഗതിയെ ആശങ്കയോടെയാണ് നോക്കുന്നത്. ഉപഗ്രഹ വിക്ഷേപണം UN സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് അമേരിക്കയുടെ ആരോപണം. അല്ലെങ്കിലും എന്തു ചെയ്താലും അമേരിക്കയ്ക്ക് വല്ലാത്ത ഒരു ചൊറിച്ചിലാണ്. 2023 ഇറാന്റെ മിസൈൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങൾ അവസാനിച്ചു എങ്കിലും ഉപഗ്രഹ സാങ്കേതിക വിദ്യ മിസൈൽ വികസനത്തിന് ഉപയോഗപ്പെടുമോ എന്ന സംശയം അമേരിക്ക വീണ്ടും ആവർത്തിക്കുകയാണ്. പക്ഷേ ഇറാനും റഷ്യയും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ മറികടന്ന് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകും എന്നത് പകൽ പോലെ വ്യക്തമാണ്. ഈ വിക്ഷേപണവുമായി ബഹിരാകാശ സൈനിക മേഖലയിൽ രണ്ടു രാജ്യങ്ങളും അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഭാവിയിൽ സംയുക്ത ഉപഗ്രഹങ്ങൾ, ഉയർന്ന ശേഷിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ, പ്രതിരോധ ബഹിരാകാശ പ്രോജക്റ്റുകൾ പോലും യാഥാർത്ഥ്യമായേക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അമേരിക്കയും യൂറോപ്യൻ രാഷ്ട്രങ്ങളും കൂടുതൽ കർശനമായ നിലപാടുകൾ സ്വീകരിച്ചാലും റഷ്യ ഇറാൻ അച്ചുതണ്ട് കൂടുതൽ ശക്തി പ്രാപിക്കുകയേ ഉള്ളൂ.